ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ അമ്പലത്തിൽ പോകുന്ന ദിവസമാണ് വ്ളോഗ് എടുക്കാറ്. കാരണം അന്നൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പം ഇന്നും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് രാവിലെ തന്നെ എന്നാൽ പിന്നെ വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പോയത് ആമയുടെ സർപ്പക്ഷേത്രത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പം രാവിലെ മക്കളെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഇതുപോലെ ഗോശാലയുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഈ ഒരു അമ്പലത്തിൽ പോയാൽ കാണാൻ പറ്റും. അമ്പലത്തിലെ ഗോശാലനോട് ചേർന്നിട്ട് തന്നെ ഇതുപോലൊരു കുളമുണ്ട്. പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിൽ നിറച്ചും ആമകളായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നിറച്ചും മറ്റേ ഇലകളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞേക്കുവാണ്. പിന്നെ പുറത്തൊരു കുളമുണ്ട്, അതിൽ ആമേനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പുള്ളുവം പാട്ട്, പിന്നെ സർപ്പപ്പാട്ട്, നാഗപ്പാട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് കേട്ടത്. അപ്പോൾ ഇച്ചിരി സമയം അത് അവിടെ കണ്ട്, പിന്നെ അവിടെ മറ്റേ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ കൈ കഴുകാനായിട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് പറഞ്ഞത് ഇതേ അന്നദാനം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കൊന്നു. സമയമാണെങ്കിൽ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടായില്ല. അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ഈ കുളത്തിലാണ് പറഞ്ഞത് ആമയുണ്ടായിരുന്നു. മറ്റേ കുളത്തിൽ സാധാരണ ആമേനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കുളത്തിൽ നോക്കുമ്പോൾ ഇതേ ഒരു കുഞ്ഞു ആമയുണ്ട് പൊങ്ങിയും താണും കളിക്കുന്നത്. അപ്പോൾ ഇതേ അന്നദാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന അന്നദാനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഒരു സാമ്പാറും ഒരു തോരനും കുറച്ച് പായസം ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറും. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അധികം വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതേ അവിടെ കായലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് കായലിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കായലിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ. എനിക്കിങ്ങനെ അവിടെ ചെന്നപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അമ്പലത്തിൽ പോയി ബോട്ടിങ്ങിലൊക്കെ പോയി നല്ല രസമാണല്ലോ, നല്ല നോക്കത്താതൊരുത്ത് നീണ്ടു നിൽക്കുന്ന കായലാണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലാണ് പോയത്. ചേച്ചിയുടെ വീട് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെയിലും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് ട്രെയിനൊക്കെ പോയി ഗേറ്റൊക്കെ തുറക്കാറാകുമ്പോൾ ആണ് വണ്ടിയുടെ അടുത്തേട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേനലൊക്കെ നല്ല കടുത്ത് വരുമല്ലേ. അപ്പോൾ വേനലൊക്കെ കടുത്ത് വരുമ്പോൾ ഇതേ കിളികൾക്കും അതുപോലെ കാക്കകൾക്കൊക്കെ ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭക്ഷണം പിന്നെ അവർക്ക് കിട്ടും, വെള്ളം കിട്ടാനായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. നമുക്ക് മാത്രമല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട് അവറ്റകൾക്കും ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ച് കിളികൾക്ക് കുറച്ച് വെള്ളം വെക്കാമെന്ന്. അപ്പോൾ 2 മൺചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 മൺചട്ടിയിലും ഒന്നവിടെ പറമ്പിൽ ഞാൻ ഇതുപോലെ ചിരട്ടയുടെ പുറത്ത് കയറ്റി വെച്ച് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് മരത്തേൽ കെട്ടിത്തൂക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ മരത്തേൽ കെട്ടിത്തൂക്കാനായിട്ട് കയറ് വെച്ച് വരിഞ്ഞ് കെട്ടി നമ്മുടെ ചെടിയൊക്കെ തൂക്കിയിടുന്ന ആ കൂട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പം കിളികളൊക്കെ എന്തായാലും ഇത് കാണുമ്പോൾ വന്ന് കുടിച്ചോളുമല്ലോ. നിറച്ച് പ്രാവുകളൊക്കെ ഈ ഒരു സമയം ഉച്ച സമയത്തും പ്രാവുകളൊക്കെ ഈ മരത്തിന് ചുറ്റിലും എന്തായാലും കാണാറുണ്ട്. അപ്പം ഞാനിതേ ഒരു പ്രാവ് ഇതുപോലെ വെള്ളം കുടിക്കുന്ന കണ്ടപ്പോഴാണ് നിലത്ത് വീണ്, നമ്മൾ വണ്ടി കഴുകിയ വെള്ളമൊക്കെ നിലത്ത് വീണ് കണ്ടിട്ട് അത് കുടിക്കുന്ന കണ്ടപ്പോൾ സങ്കടമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചത്. മറ്റേ വീട്ടിൽ വെക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരു കുടത്തിലോ ഒരു കലത്തിലോ എന്തായാലും വെള്ളം വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് ഞാൻ തലേദിവസമായിരുന്നു കേട്ടോ. ഇത് വേറെ ദിവസത്തെ ക്ലിപ്പിങ്സാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫിഷ് ടാങ്കിലൊക്കെ വന്നിട്ട് കിളികളൊക്കെ വെള്ളം കുടിക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഈ ഫിഷ് ടാങ്കിൻ്റെ കാര്യമാണ് പറയേണ്ടത്. എത്ര നാളാണെന്നറിയോ നമ്മൾ ഈ ഒരു അമ്പലമാണോ താമരയാണോ എന്നറിയില്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു പൂ പോലും അതിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കലങ്ങി മീനൊക്കെ ചത്ത് കിടക്കുന്നു. പാവം എത്ര നാളായി നമ്മളടുത്തല്ലേ പാവല്ലേ. ഇതിപ്പം ചത്തതങ്ങനോടാ.
അപ്പോൾ ഈ മീൻ കുറേ നാളായി ഞങ്ങളെടുത്ത് കേട്ടോ. അതിൻ്റെ അകത്ത് 2 എണ്ണം നല്ല ഗുണ്ടുമണികൾ ഉണ്ടായിരുന്നു, നല്ല തടിച്ചിട്ട് 2 എണ്ണം നല്ല ഗുണ്ടുമണികളായിരുന്നു. എപ്പോൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴും ആദ്യം വന്ന് ഒത്തിരി അധികം കഴിക്കുന്ന ഈ 2 ഗുണ്ടുമണികളാണ്. അപ്പോൾ അത് മരിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പം ഞാൻ കൃത്രിമശ്വാസം കൊടുക്കുന്ന പോലെ അതിൻ്റെ വയറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തി നോക്കുവാണ്, ഇൻ കേസ് ജീവൻ തിരിച്ച് കിട്ടിയാലോ എന്ന്. അപ്പോൾ ഞാനും മോനും കൂടിയാണ് കണ്ടത്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കലങ്ങി കിടപ്പുണ്ട്. പിന്നെ നിറച്ചും ഒച്ചായിരുന്നു, ഒച്ചിനെയൊക്കെ ഞാൻ കുറേ എടുത്ത് കളഞ്ഞ്, പായലുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചതൊന്ന് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇല്ല മീനുകളും കൂടെ ചത്തുപോയാലോ. നമ്മുടെ ഗപ്പിക്കുട്ടന്മാരാണ് കുറേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടെ ചത്തുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം മീനുകളെയൊക്കെ ഒന്ന് മാറ്റി ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മീനുകളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഇനിയിപ്പം എത്ര എണ്ണം ജീവിച്ചിരിക്കുന്ന അറിയില്ല, എന്തായാലും എല്ലാത്തിനും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താ സാധനം എന്നറിയില്ല, എന്തെങ്കിലും കാക്കയോ എന്തെങ്കിലും കൊണ്ടുപോയിട്ടതാണോ, ഇനിയിപ്പം ഇഷാൻ എന്തെങ്കിലും കൊണ്ടുപോയിട്ടൊന്നും അറിയില്ല മോൻ. അപ്പോൾ ഇത് മീനുകളെയൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് വേറൊരു ബക്കറ്റിലോട്ട് മാറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ മീനുകളൊക്കെ ഇതിൽ കൂടുതൽ ചത്തുപോയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 2 എണ്ണത്തിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ജീവൻ കിട്ടുമോ, ജീവൻ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ വെള്ളത്തിലിട്ട് നോക്കുവാണ് ഞങ്ങൾ. ഇങ്ങനെ എങ്ങാനും ചത്തതായി, ഇന്ന് ചത്തൊന്നുമില്ല. എന്താ എണ്ണമയം കണ്ട. അപ്പം എത്ര മീനുകളുണ്ടോ ചത്തുപോയെന്നൊന്നും അറിയില്ല. ചെറുതൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ വേഗം അതിൻ്റെ അകത്തുള്ള ഈ ഒരു നമ്മളെ പായലൊക്കെ മാറ്റി അതിൻ്റെ അടിയിലുള്ള കുറേ സാധനം ഈശാനിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ട്രഷർ ഹണ്ട് പോലെയാണ്, എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ഈ അമ്പലക്കുളമൊക്കെ വൃത്തിയാക്കുമ്പോൾ പഴയ പഞ്ചലോഹ വിഗ്രഹമൊക്കെ കിട്ടില്ലേ, ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. കൈയിട്ട് നോക്കുവാണ് ഞാൻ എന്തൊക്കെയുണ്ടെന്ന്. പല കളറിലെ കല്ലുകളാണ്. ഈ പുഴയിൽ നിന്നും കായലിൽ നിന്നൊക്കെ കക്കയും കല്ലുമ്മക്കായൊക്കെ വരുന്നൊരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത് പായലടക്കം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതേ പല കളറിലെ കല്ലുകളാണ്. ഇത് മുറ്റത്തിലെ കല്ലുകളാണ്. ഇത് കല്ലുകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് ആലോചിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവൻ്റെ മെയിൻ ഹോബിയാണ് ചുമ്മാ കല്ലെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ പുഴയിലോട്ട് എറിയില്ലേ, പണ്ട് കുഞ്ഞിൽ കളിക്കില്ലേ, അതുപോലെ ഇതുപോലെ ഫിഷ് ടാങ്കിലേക്ക് ചുമ്മാ ഓരോ കല്ലെടുത്ത് എറിയുക. അതൊരു രസമാണ് കാണാനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പായലുകളും അതുപോലെ ഈ ഒരു താമരയൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ളത്തിന് ഭയങ്കര മണവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീനുകളെ കാണുമ്പോൾ അതിനെയും കൂടി കോരി മാറ്റുന്നുണ്ട്. ഭയങ്കര മണമായിരുന്നു. അപ്പോൾ എന്താണ്ട് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതേ മീനുകളൊക്കെ ഇതേ ചത്തു പൊങ്ങിയ മീനുകളെയൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. ശവവും കിട്ടി. ഇഷ്ടമല്ലേ കറി വെക്കാൻ എടുത്താലുണ്ട്. എന്തായാലും ഈ വെള്ളമൊക്കെ കളയാൻ നമുക്ക് വൃത്തിയായിട്ട വെള്ളം കൊണ്ട് കളയണ്ടേ, അതൊക്കെ പറ്റത്തില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ കൊണ്ടുപോയി കളയണം. എന്തായാലും എനിക്കത് പൊക്കിക്കൊണ്ട് പോയി കളയാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അടിയിൽ ചെളിയും മണ്ണൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളം ചെടിക്ക് ഒഴിക്കാമെന്ന്. അപ്പോൾ ചെടിക്ക് ഒഴിച്ചാൽ നല്ലൊരു വളമാണല്ലോ. അപ്പോൾ വേഗം വെള്ളമൊക്കെ എടുത്ത് ചെടിക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് അതിൻ്റെ അടിവശം ഇങ്ങനെയാണ്, നല്ല കട്ടിക്ക് ചെളിയും അതുപോലെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും കല്ലുകൾ അതിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് കല്ലുകളൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ അതടക്കം കൊണ്ടുപോയിട്ട് നമുക്ക് തട്ടാം, അതിൻ്റെ അഴുക്കുകൾ മുഴുവനായിട്ട് കളയാം. എന്നിട്ട് നമുക്കൊരു പുതിയ താമരയോ ആമ്പലോ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കുമോ, അല്ലെങ്കിൽ പുതിയൊരു ഇതുപോലെ പോണ്ട് പോലെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് മറ്റിടത്തോട്ട് വെക്കുമ്പോൾ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടില്ല നല്ലൊരു ഇതിൻ്റെ ഇല്ലേ, നമ്മുടെ ഈ ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിച്ച് റോഡ് സൈഡിലൊക്കെ ചെറിയൊരു താമര ചട്ടിയൊക്കെ വെക്കണില്ലേ, ആ ഒരു സൈസ് എന്തെങ്കിലും വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, സിമെൻറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് നല്ലത് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെക്കാം. 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ, താമരയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായി. അപ്പോൾ വിചാരിച്ച് ഒരു ഉണ്ണിമത്തൻ ജ്യൂസ് കഴിക്കാമെന്ന്. അപ്പോൾ എന്തായാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുവാണ്. അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ദാഹമൊക്കെ മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.